നമസ്കാരം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ എനർജി ഫണ്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ബാങ്കാണ്. എല്ലാ തരത്തിലുള്ള സേവനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒട്ടുമിക്ക ഫണ്ടുകളിലും മികച്ച രീതിയിലുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SBIയുടെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഫണ്ടുകളിലേക്കും അതുപോലെ ഒരു ഒഴുക്കുണ്ടെങ്കിലും SBIയോട് പ്രത്യേക ഒരു താല്പര്യം ജനങ്ങൾക്കുണ്ട് എന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ SBI പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് എനർജി ഓപ്പർച്യൂണിറ്റി ഫണ്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. 5,000 rupees മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇതിന്റെ കാലയളവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 6 February മുതൽ 20 February ആണ് ഇതിന്റെ NFO പീരീഡ് ആയിട്ട് നടക്കുന്നത്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും PDF ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു നോക്കുക. ഇതാണ് SBIയുടെ മ്യൂച്വൽ ഫണ്ടിന്റെ വെബ്സൈറ്റ്. SBIMF.com എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഇതിനകത്ത് കാണാൻ പറ്റും SBI എനർജീസ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്, എനർജൈസിംഗ് ഇന്ത്യ, എനർജൈസിംഗ് യുവർ പോർട്ട്ഫോളിയോ. NFO പീരീഡ് 6th February മുതൽ 20th February 2024 വരെയാണ്. ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഇവിടെ പാൻ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ വീണ്ടും താഴോട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഫണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അത് ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത്. SBI എനർജി ഓപ്പർച്യൂണിറ്റി ഫണ്ട്, ഫണ്ടിന്റെ ഫാക്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടിന്റെ പേര് SBI എനർജി ഓപ്പർച്യൂണിറ്റി ഫണ്ട്. ടൈപ്പ് ഓഫ് സ്കീം ആൻഡ് ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീം ഫോളോയിങ് ദ എനർജി തീം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്, പ്ലാൻ ആൻഡ് ഓപ്ഷൻസ്, റെഗുലർ ആൻഡ് ഡയറക്റ്റ് പ്ലാൻ ഇതിനകത്തുണ്ട്. അപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 5,000 rupees ആണ്. മൾട്ടിപ്ലൈസ് ഓഫ് 1 thereafter കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ പർച്ചേസ് എമൗണ്ട് 1,000. അതുപോലെ തന്നെയാണ്. ഫണ്ട് മാനേജേഴ്സ് രാജ് ഗാന്ധി ആൻഡ് പ്രദീപ്, ഈ രണ്ടുപേരാണ് ഇതിന്റെ ഫണ്ട് മാനേജേഴ്സ്. ബെഞ്ച് മാർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി എനർജി TR ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സിറ്റ് ലോഡ് ഉണ്ട്. 1 yearനുള്ളിൽ നിങ്ങൾ ഫണ്ട് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1% ചാർജ് നിങ്ങൾക്ക് വരും. 1 yearന് ശേഷമാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെയാണ് ഫണ്ടിന്റെ ഡീറ്റെയിൽസ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻസൈഡ് ഇന്ത്യയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് SBIയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളും വൈകാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പരിപാടികളിലൊക്കെയാണ് പോകുന്നത്. ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിനുള്ള ഒരു നമ്പർ നമ്മൾ എന്തായാലും വൈകാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിനോടുള്ള ജനങ്ങളുടെ താല്പര്യം കൂടുന്നുണ്ട്. അതിന്റെ കാരണം റിസ്ക് ഇല്ല എന്നാണ്. റിസ്ക് ഇല്ല, 100% ഇല്ല എന്നല്ല, റിസ്ക് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ താരതമ്യേന മറ്റുള്ള സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കുറവാണ് മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടോ, 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 1 കോടി ഉണ്ടാക്കി, 5 കോടി ഉണ്ടാക്കി, 10 കോടി ഉണ്ടാക്കി. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പലരും ഇത്തരത്തിലുള്ള വീഡിയോ കാണാറില്ല എന്നതാണ് ഒരു ഫാക്ട് എന്ന് പറയുന്നത്. കാണില്ല. എന്താ കാര്യം, 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും 1 കോടി ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ് അവൻ്റെ ചിന്താഗതി. എന്നാൽ തെറ്റാണ് ആ ചിന്താഗതി. 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 1 കോടി ഉണ്ടാക്കാൻ പറ്റും. അത് മ്യൂച്വൽ ഫണ്ടിലൂടെ സാധിക്കും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും, അത് പ്രത്യേകിച്ച് SBIയുടെ മ്യൂച്വൽ ഫണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സോ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി ഇൻഫോർമേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.